45 വർഷം തൊടുപുഴയുടെ തേരാളിയായിരുന്ന PJ ജോസഫ് തൊടുപുഴയിലെ പോർമുഖത്ത് നിന്ന് പിന്മാറി. മകൻ അപ്പു ജോണിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ ജനവിധി തേടും. ഇരിങ്ങാലക്കുടയിൽ തോമസ് ഉണ്ണിയാടൻ മത്സരിക്കും. ജോയ്മോനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോൻ, ഏറെക്കാലത്തെ വർഷങ്ങളായിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിനു കൂടിയാണ് ഇപ്പോൾ PJ ജോസഫ് ഇത്തരത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വിവരം നൽകുന്നത്. പകരം മകനെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തൊടുപുഴയിൽ ഒരു തലമുറ മാറ്റത്തിന് കൂടിയാണ് ഇന്നിപ്പോൾ ഈ ഒരു കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടുകൂടിയിട്ട് അതിനുകൂടി വഴിയൊരുക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടികയെ നമുക്ക് ഈ ഒരു സമയത്ത് പരിശോധിക്കാൻ സാധിക്കുക? സ്വാതി, നമുക്കറിയാം നീണ്ട 50 വർഷത്തിനടുത്ത് തൊടുപുഴയുടെ സ്വന്തമായ അല്ലെങ്കിൽ തൊടുപുഴയുടെ സ്വന്തം നേതാവായിരുന്നു PJ ജോസഫ്. അദ്ദേഹമാണ് ഇപ്പോൾ തൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നത്. അതായത് ഇത്തവണ മത്സരിക്കാനില്ല. ഇത്തവണ അദ്ദേഹത്തിന് PJ ജോസഫിന് പകരമായി മകൻ അപ്പു ജോൺ ജോസഫാണ് ഇത്തവണ തൊടുപുഴയിൽ ജനവിധി തേടുന്നത്. ഇതാണ് ഏറ്റവും സുപ്രധാനം, അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തലമുറ മാറ്റമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ ആയാലും അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തൊടുപുഴയിൽ അപ്പു ജോണിൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. പല അഭ്യൂഹങ്ങൾ ഇതിനിടെ ഉണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ എന്നാൽ ആ കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം PJ ജോസഫ് തന്നെ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നീടായാലും ഇത്തവണ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ പല പേരുകൾ ഉയർന്നു വന്നിരുന്നു. അതായത് തൊടുപുഴയിൽ തന്നെയായാലും അപ്പു മത്സരിക്കുമെന്നൊരു സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അവസാന ഘട്ടം വരെ PJ ജോസഫ് മത്സരിക്കണമെന്നാണ് പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ അണികളും ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് പ്രധാനമായും ഇത്തരത്തിൽ വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് പാർട്ടി ചെയർമാൻ തന്നെ വ്യക്തമാക്കിയത്. പകരം മകൻ ആണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചതിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ബാക്കിയുള്ള മൊത്തം കഴിഞ്ഞ തവണ 10 സീറ്റുകൾ കേരള കോൺഗ്രസ് മത്സരിച്ചെങ്കിൽ ഇത്തവണ അത് 8 ആയി. അതായത് 2 സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട സീറ്റ് എന്ന് പറഞ്ഞാൽ ഇടുക്കിയാണ്. അതായത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടുക്കി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് വൈകാരികമായി ഒരുപാട് ബന്ധം ഇടുക്കിയും കേരള കോൺഗ്രസും തമ്മിലുണ്ട്. അതായത് കർഷക തൊഴിലാളികളാണ് ഭൂരിഭാഗവും ഇടുക്കിയിലുണ്ടായത്. ഇവർക്കൊപ്പം എല്ലാ കാലത്തും ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഇവർക്കൊപ്പം സഞ്ചരിച്ചിരുന്ന ആളാണ് PJ ജോസഫ്. അവർക്ക് അതുപോലെ തന്നെ കേരള കോൺഗ്രസും. അപ്പോൾ ഇത്തരത്തിൽ ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കുന്ന സൂചന പുറത്തു വന്നതിനെ വലിയൊരു അമർഷം അല്ലെങ്കിൽ വലിയൊരു ചർച്ചകൾക്ക് തന്നെ വഴിവെച്ചിരുന്നു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. അത് PJ ജോസഫിൻ്റെ വീട്ടിലെത്തി പല നേതാക്കളും ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ഈ ഇടുക്കി വിട്ടുകൊടുക്കരുത് എന്ന് ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു. പക്ഷേ അവസാനമായി തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഇടുക്കിയും അതുപോലെ തന്നെ ഏറ്റുമാരും വിട്ടുകൊടുത്തിരിക്കുന്നത്. പകരം കാഞ്ഞങ്ങാടാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപെല്ലാം കാഞ്ഞങ്ങാടും ഇതിന് മുൻപായാലും തൃക്കരിപ്പൂർ കേരള കോൺഗ്രസിൽ വെച്ച് മാറുമെന്നൊരു സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനു വേണ്ട, തൃക്കരിപ്പൂരിനേക്കാൾ കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലം കാഞ്ഞങ്ങാടാണ്. എന്നുകൊണ്ട് കാഞ്ഞങ്ങാട് തന്നെയാണ് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവല്ലയിൽ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, കുട്ടനാട് റെജി ചെറിയാൻ, ചങ്ങനാശ്ശേരിയിൽ വിനു ജോബ്, കടുത്തുരുത്തിൽ മോൻസ് ജോസഫ് തന്നെ വീണ്ടും മത്സരരംഗത്തിറങ്ങുകയാണ്. അതുപോലെ തന്നെ തൊടുപുഴയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PJ ജോസഫിൻ്റെ പിന്തുടർച്ചയായിട്ട് മകൻ അപ്പു ജോൺ ജോസഫാണ് ഇത്തവണ ജനവിധി തേടുന്നത്. കോതമംഗലത്ത് ഷിബു തെക്കുംപുറം, അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, കാഞ്ഞങ്ങാട് ഷൈജി ഓട്ടപ്പള്ളി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തമ്മിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു പുറകെ നമ്മൾ പല വിവരങ്ങൾ അല്ലെങ്കിൽ പല അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ പല പോരാട്ടങ്ങൾ അല്ലെങ്കിൽ സംഘർഷത്തിൽ അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ട്. അത് ഇടുക്കി സീറ്റും അതുപോലെ തൊടുവിൽ ആര് മത്സരിക്കും എന്നതിനൊക്കെ തന്നെ. അപ്പോൾ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകിയത് തന്നെ LDF വൈകിയത് തന്നെ വലിയ ഒരു ജോയ്മോൻ വ്യക്തമാണ്. എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ജോയ്മോൻ നൽകിയത്.